ട്രംപിന് പുട്ടിന്റെ മറുപടി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി റഷ്യൻ പ്രസിഡന്റ്. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യയും ചൈനയെയും തീരുവ കാട്ടി പേടിപ്പിക്കേണ്ടെന്നും പുടിൻ പറഞ്ഞു. റഷ്യൻ എണ്ണയുടെ വിതരണം തടയാനുള്ള നീക്കം യുഎസിന് തന്നെ ബൂമറാങ് ആകുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. തീരുവ കാട്ടി ഭയപ്പെടുത്തേണ്ട, ഇന്ത്യക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ അത് നികത്താൻ തങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്ത് പിന്തുണയ്ക്കും തങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷമായ ഒരു ശക്തമായ മറുപടി കൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും ശ്രീജ. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്രയും നാൾ റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന വിവിധ പരാമർശങ്ങൾക്കുള്ള മറുപടി ഒരു പാക്കേജായിട്ട് തന്നെ പുടിൻ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഈ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് നടത്തിയ പ്രത്യേക ചർച്ചയ്ക്ക് ശേഷം നടത്തിയ പരാമർശമാണ് റഷ്യയെ കൂടുതലായിട്ട് ചൊടിപ്പിച്ചത്. ആ ഒരു ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കിയുമായി ഓൺലൈനായി നടന്ന ചർച്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റഷ്യ യാതൊരു ലക്ഷ്യവുമില്ലാതെയാണ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ യുദ്ധം കടലാസിൽ മാത്രമാണ്, റഷ്യ കടലാസ് പുലികളാണ് എന്നുള്ളൊരു പരിഹാസം ട്രംപ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യുക്രൈന് ഈ നാറ്റോയുടെയും പിന്നെ യുഎസിൻ്റെ സഹായത്തോടുകൂടി റഷ്യ പിടിച്ചെടുത്ത പല പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അലാസ്കയിൽ വെച്ച് ഈ പുടിനുമായിട്ടും സെലൻസ്കിയുമായിട്ടും നടത്തിയ സംയുക്ത ചർച്ചയിൽ നിന്നുള്ള സംയുക്ത ചർച്ചയിൽ വന്നിട്ടുള്ള, അതിൽ നിന്ന് അവർ ഒന്നിച്ചെത്തിയിരുന്ന ചില തീരുമാനങ്ങളിൽ നിന്നിട്ടുള്ള ഒരു പിന്നോട്ടുള്ള ഒരു വലിവ് കൂടിയാണ് ട്രംപ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് വിട്ടുകൊടുക്കാനായി യുക്രൈൻ തയ്യാറാകണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്കാണ് ട്രംപ് കാണിച്ചത്. ഇതിനുള്ള തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുടിൻ നൽകിയിട്ടുള്ളത്. യുഎസിൻ്റെ നാറ്റോയുടെ സൈനിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ചോദ്യമാണ് പുടിൻ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ കടലാസ് പുലികളാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുമെന്ന് യുഎസ് പറഞ്ഞിരുന്നു. ദീർഘദൂര മിസൈലുകൾ 2500 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന തമഹോക്ക് മിസൈലുകളാണ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഇത് യുക്രൈന് നൽകുകയാണെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പുടിൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും നേരെയുള്ള തീരുവ യുദ്ധം, ഇത്തരത്തിൽ തീരുവ ചുമത്തിക്കഴിഞ്ഞാൽ യുഎസ് എണ്ണയ്ക്കുള്ള ഇത്തരത്തിൽ തീരുവ ചുമത്തി റഷ്യൻ എണ്ണയ്ക്കുള്ള ഡിമാൻഡ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വില, ക്രൂഡ് ഓയിൽ വില കൂടുതൽ ഉയരത്തിലേക്ക് പോകും. ഇങ്ങനെ പോവുകയാണെങ്കിൽ യുഎസ് ഫെഡിന് അവരുടെ പലിശ നിരക്ക് കുത്തനെ ഉയർത്തേണ്ടി വരും. ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ഒരു തിരിച്ചടിയാകും എന്ന് പുടിൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള ട്രഷറി ബ്ലോക്ക് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ നാസ പോലും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്. അതൊക്കെ വയ്ക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾക്ക് വലിയ ദൂരവ്യാപകമായ അർത്ഥങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയാണ് വിവരങ്ങൾ നൽകിയത്.